കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ പ്രത്യേക സംഘം ഇന്നു മുതൽ അന്വേഷണം ആരംഭിക്കും. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വ്യാജരേഖയും കുട്ടിയുടെ കൈമാറ്റവും വെവ്വേറെയായാണ് സംഘം അന്വേഷിക്കുക. അതേസമയം ഒളിവിൽ കഴിയുന്ന കേസിലെ പ്രതി അനിൽകുമാറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി അശ്വതിയുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഈ അന്വേഷണ സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കുകയാണ്. ഒപ്പം തന്നെ 2 തട്ടുകളിലായി തന്നെ അന്വേഷണം നടത്തും എന്നുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടുപിടിക്കുന്നതാണ് ഒരു അന്വേഷണം. അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ ഉള്ള നടപടിക്രമങ്ങളാണ് രണ്ടാമത്തെ അന്വേഷണം. ഈ വിഷയത്തിലാണ് ഈ കേസ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഈ കുട്ടി എന്തായാലും CWCയുടെ സംരക്ഷണ ചുമതലയിലാണ്. അവിടെ കുട്ടി ഇന്നലെയാണ് കൈമാറിയത്. ഈ ദത്തെടുത്ത ദമ്പതികൾ, സ്വദേശികളായ ദമ്പതികളുടെ ബന്ധുക്കൾ എത്തിയാണ് കുട്ടിയെ നൽകിയിരിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തിയ ശേഷം മാത്രമായിരിക്കും ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. അതായത് CWCയുടെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. അതായത് യഥാർത്ഥ മാതാപിതാക്കൾക്ക് കുട്ടിയെ തിരികെ വേണ്ട എന്നാണെങ്കിൽ കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുടെ വിഭാഗത്തിൽ പെടുത്തും. പിന്നീട് അവിടെ നിന്ന് അഡോപ്ഷൻ ലിസ്റ്റ് ഉണ്ട്. അഡോപ്ഷൻ ലിസ്റ്റിലേക്ക് ഈ കുട്ടിയുടെ പേര് മാറ്റും. അങ്ങനെയാണ് ഇതിന്റെ ഒരു നിയമപരമായി ചെയ്യേണ്ട ചട്ടങ്ങൾ. അതിനുശേഷം ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ കുട്ടിയെ നിയമപരമായ എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് ഈ കുട്ടിയെ ഏറ്റെടുക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ദമ്പതികൾക്ക്, നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന ദമ്പതികൾക്ക് പ്രശ്നം അവരുടെ പശ്ചാത്തലം, വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ അന്വേഷണ സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കുകയാണ്. പ്രതി അനിൽകുമാറിനായിട്ടുള്ള അന്വേഷണം നടക്കും. ഒപ്പം തന്നെ കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം, ഒപ്പം തന്നെ ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് അത് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇങ്ങനെ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം ആരംഭിക്കുന്നത്. വ്യാജരേഖയും കുട്ടിയുടെ കൈമാറ്റവും വെവ്വേറെയായിട്ട് തന്നെ അന്വേഷിക്കാനുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. എന്നാൽ കേസിൽ ഇപ്പോൾ നിലവിൽ അനിൽകുമാർ ഒളിവിലാണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.